ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ റംസാൻ്റെ സമയമുള്ള അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ 4 മണി പലഹാരമായിട്ടോ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയധികം ഡ്രിങ്ക്സിൻ്റെയും അതുപോലെ തന്നെ സ്നാക്സിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഈ റംസാൻ കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെയൊക്കെ കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ക്യാരറ്റും 8 ബീൻസ്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയുമാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം നല്ല കനം കുറച്ച് നീളത്തിൽ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും ഒരു ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. പച്ചമുളകെല്ലാം നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ അതുപോലെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണ ഇതിനായിട്ട് എടുക്കരുത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം വഴറ്റാനായിട്ട്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ഒന്ന് പതുക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ക്യാരറ്റും ബീൻസും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പച്ചക്കറികൾ ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കണം. ക്യാരറ്റും ബീൻസും ചേർത്തൊരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് അണിയനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോകരുത്. പച്ചക്കറികൾ വെന്തുടഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് റോളിൽ അത്ര ടേസ്റ്റ് കാണില്ല. അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നടക്കാനായിട്ട് മാറ്റി വെക്കാം. റെഡിയായ വെജിറ്റബിൾസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടാകുന്നു. പച്ചക്കറികൾ വെന്ത് പോകരുത്. നമ്മൾ വായിൽ വെച്ച് കടിക്കുമ്പോഴത്തേക്കും കുറച്ച് ക്രിസ്പി ആയിരിക്കണം. അതാണ് കറക്റ്റ് പാകം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോളിലുള്ള ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. മൈദക്ക് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പകുതി മൈദയും പകുതി ഗോതമ്പ് പൊടി വെച്ചിട്ടും വേണമെങ്കിൽ റോൾ ഉണ്ടാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ, കാരണം ഫില്ലിങ്ങിനൊക്കെ ഉപ്പുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കലക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററി കാണുന്ന പോലെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇതിലേക്ക് 2 നുള്ളി സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. സോഡാപ്പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ്. തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം.
ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയ തവി മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കണം. മാവ് ഒഴിക്കുന്ന സമയത്ത് പാൻ കൂടുതൽ ചൂടായി പോകരുത്. കൂടുതൽ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാകും. അതിനുശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പാൻ കേക്കിൻ്റെ സൈഡൊക്കെ തവയിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാൻ കേക്ക് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിടാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പ്ലേറ്റിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. എണ്ണ തടവിയിട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പാൻ കേക്ക് നല്ല നൈസ് ആയതുകൊണ്ട് ചിലപ്പം പ്ലേറ്റ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ എണ്ണ തടവിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വിട്ടുപോരും. ബാക്കിയുള്ള പാൻ കേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ഉണ്ടാക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം വേണം അടുത്തത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാതെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ നൈസായതാണ്, ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി പാൻ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് എങ്ങനെയാണ് നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു പാൻ കേക്ക് എടുത്തിട്ട് നമുക്കൊരു ചോപ്പിംഗ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെക്കുമ്പോൾ കൂടുതൽ കുത്തി നിറച്ച് വെക്കരുത്. അപ്പോൾ നമുക്ക് ചുറ്റിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഫില്ലിങ് വെച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് 2 പ്രാവശ്യം ഇതുപോലെ മടക്കി ഒന്ന് ടൈറ്റായിട്ട് എടുക്കുക. ഞാനിവിടെ മൈദയും കുറച്ച് വെള്ളവും കൂടിയിട്ട് ബാറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സൈഡിലെല്ലാം പുരട്ടി കൊടുക്കണം. നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ബാറ്റർ ആയാലും മതി. 2 സൈഡിലും മുകളിലൊക്കെ മൈദ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. മൈദ പുരട്ടി കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ നീളത്തിലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. 2 സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. അറ്റത്തൊക്കെ വേണമെങ്കിൽ കുറച്ച് മൈദ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വറുക്കുന്ന സമയത്ത് ചിലപ്പോൾ തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള സ്പ്രിംഗ് റോൾ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് റോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് റോൾസ് ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്രിംഗ് റോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ പാകമായി വന്നിട്ടുണ്ട്. പുറമൊക്കെ ചെറിയ ബ്രൗൺ കളറും നല്ല ക്രിസ്പിയുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള സ്പ്രിംഗ് റോളും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടിപ്പോകാതെ നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 1 കപ്പ് മാവ് കൊണ്ട് നമുക്ക് 5 സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏത് ഫില്ലിങ് വെച്ചും ഇതുപോലെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ റംസാൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്.